വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ജനുവരിയിൽ നടക്കാനിരിക്കുന്ന സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിച്ച് തുടങ്ങി എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, കഴിഞ്ഞ തവണത്തെ നമ്മുടെ പരീക്ഷയൊക്കെ കണ്ടപ്പോൾ 2 പേപ്പറുകളും തുല്യ പ്രാധാന്യത്തോടെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പാസ്സാവാനായിട്ട് പറ്റൂ. കാരണം 2 പേപ്പറിനും സെപ്പറേറ്റ് പെർസെൻറ്റേജ് ആവശ്യമുണ്ട്, അഗ്രഗേറ്റ് ആയിട്ട് നമുക്കൊരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് നമുക്ക് ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് ജനറൽ പേപ്പറും സബ്ജക്റ്റ് പേപ്പറും ഒരുപോലെ കൊണ്ടുപോകണമെന്നും രണ്ടിലേതെങ്കിലും ഒരു പേപ്പർ നമ്മൾ ഒരു തട്ടുകേട് വന്നു കഴിഞ്ഞാൽ മുഴുവൻ നമുക്ക് പ്രശ്നമാണ് എന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മുടെ പരീക്ഷയ്ക്ക് ഫിസിക്സിന് സ്റ്റേറ്റ് വൈഡ് ഒരു 79 പേരാണ് പാസ്സായിട്ടുള്ളത്. അതിൽ കുറേ അധികം ആൾക്കാർ നമ്മുടെ കുട്ടികളുണ്ട്. അപ്പോൾ അത് നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും കഴിഞ്ഞ തവണ കുറേ പേർക്ക് ജനറൽ പേപ്പറിൻ്റെ പ്രശ്നം കൊണ്ട് പാസ്സാവാൻ പറ്റാതെ പോയി എന്നുള്ളത് ഇപ്പോഴും ഒരു ദുഃഖമാണ്. അതുകൊണ്ട് ആദ്യമേ തന്നെ നിങ്ങൾ 2 പേപ്പറുകളും ഒരുപോലെ പഠിച്ചു പോവുക, പാരലി കൊണ്ടുപോവുക. പിന്നെ സബ്ജക്റ്റ് പേപ്പറിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പല ചോദ്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ കുറച്ച് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ ചോദ്യങ്ങൾ നെറ്റിൻ്റെ ലെവലിലുള്ള ചോദ്യങ്ങളുണ്ട്, കുറേ ചോദ്യങ്ങൾ പഴയ രീതിയിലുള്ള ചോദ്യങ്ങളും അവർ നിലനിർത്തുന്നുമുണ്ട്. സോ അതുകൊണ്ട് നമ്മുടെ പ്രിപ്പറേഷൻ കുറേ കൂടി ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഡിഗ്രി ഓഫ് ഇൻറ്റൻസിറ്റി കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാനായിട്ട് പറ്റൂ. നിങ്ങൾ പഠിക്കുമ്പോൾ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ വേണം പഠിക്കാൻ. വേറൊരു രീതിയിലും പഠനം മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. കാണാതെ പഠിച്ചിട്ടോ കഥ വായിക്കുന്ന പോലെ വായിച്ചു പോയിട്ടോ ഒരു കാര്യവുമില്ല. നമ്മൾ പോയി പരീക്ഷ എഴുതാൻ പോകുന്നത് ബാലരമയിലെയോ ബാലഭൂമിയിലെയോ കളിക്കുടുക്കയിലെയോ മറ്റ് കഥകളെ സംബന്ധിച്ചോ ചിത്രകഥയെ സംബന്ധിച്ചോ ഉള്ള ചോദ്യങ്ങൾക്കല്ല, ഫിസിക്സിൻ്റെ പ്രോബ്ലംസാണ് കൂടുതലായിട്ടും വരിക എന്ന് ആദ്യമേ മനസ്സിലാക്കിക്കോണം. പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചോണം. മാത്തമാറ്റിക്കൽ ടൂളെല്ലാം അതിനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചോണം. നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ആദ്യം ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷിയേഷൻ, ബേസിക്സ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ബിൽഡപ്പ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കുറേ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരാറുണ്ട്. ക്ലാസ്സുകളിൽ പങ്കെടുക്കാനും അവർക്ക് ഇഷ്ടമാണ്. പിന്നെ അവർക്ക് അങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കോച്ചിങ്ങാണ് നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ കൊടുക്കുന്നത്. സോ ഇൻ്റഗ്രേഷനൊക്കെ നമ്മൾ മിക്കവാറും ആൾക്കാരും മറന്നിട്ടുണ്ട്. കാരണം കുറേ പേര് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നവരുണ്ട്, അവരുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വരുന്നവരുണ്ട്. പിന്നെ കുറേ പേര് BEdനൊക്കെ പോയിട്ട് അങ്ങനെ സയൻസ് ബാക്ക്ഗ്രൗണ്ടേ പോയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷിയേഷനും മറ്റ് മാത്തമാറ്റിക്കൽ ടൂളുകളും എല്ലാം അവർ മറന്നു പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർക്കും അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളിപ്പോഴേ അത് റെക്ടിഫൈ ചെയ്തിട്ട് പഠനത്തിലേക്ക് ഇറങ്ങുക. So now in this video we will be discussing about the main concept in electromagnetic theory, nothing but electric field. Electric field. So what is this electric field? നമ്മൾ കൂളംസിലൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇലക്ട്രിക് ഫീൽഡിലേക്കാണ് നമ്മൾ വരിക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുണ്ട്. സോ ഇഫ് ഐ ഹാവ് എ ചാർജ് ക്യാപിറ്റൽ Q വിച്ച് ഈസ് സെപ്പറേറ്റഡ് ഫ്രം എ ചാർജ് സ്മോൾ q by a distance capital R, by a distance small r, then the Coulomb force developed between these two will be F is equal to K Q by R square in the direction of r cap, isn't it? And if I divide this force with charge Q, then I will get Q by R square in the direction of R cap. F by Q is equal to KQ by R square in the R cap direction. So what is F by Q? This is force per unit charge. This is a force per unit charge. This is a force per unit charge. This force per unit charge is called electric field. Force per unit charge is called electric field.
So this electric field can be represented as E is equal to electric field vector. It's a vector. So electric field vector is equal to K Q by R square, R cap. So now I can say that this small q is placed in the field of capital Q. Small q is placed in the electric field of capital Q. Correct? So E is equal to KQ by R square in R cap direction. So what does this mean? So E is equal to KQ by R square by R cap means it is the electric field intensity due to Q at small r distance. So this is the electric field intensity. Electric field intensity. Electric field intensity due to capital Q charge, capital Q at a distance. At a distance small q. At a distance small q. Electric field intensity due to capital Q at a distance small q. So this is what electric field is. So this electric field can be due to a positive charge and a negative charge. Is it not? So electric field positive charge kondundava, negative charge kondundava. So if Q is positive, if Q is positive, you will get electric field E is equal to plus KQ by R square, plus KQ by R square. So this will be radiating electric field like this. Radiating electric field, positive charge ആയതുകൊണ്ട് ഇവിടെ നിന്നും ഇലക്ട്രിക് ഫീൽഡ് റേഡിയേറ്റ് ചെയ്തു പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ ആൻഡ് if this Q is negative, this Q is negative, then electric field is equal to minus KQ by R square, minus KQ by R square. So എന്തായിരിക്കും? So here since it is negative, this will be coming back ഇങ്ങനെ like this. So here electric field is radiating. So ഇവിടുന്ന് തുടങ്ങുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. So this is acting as the positive charge acts as a source while this negative charge accepts all the field lines. So it acts as a sink. So it acts as a sink. Clear? So this is what the concept of electric field is. So നിങ്ങൾ if you think of so we know we know del dot E is equal to rho by epsilon 0 by Gauss's law, isn't it? So del dot E is equal to rho by epsilon 0. So this is positive. So this is positive. So this is for Gauss's law. So for positive charge del dot E is equal to rho by epsilon 0, and for the negative charge del dot E is equal to minus rho by epsilon 0. So it will be negative for the negative charge. For the negative charge del dot E is equal to minus rho by epsilon 0. Clear? ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. So അങ്ങനെയാണെങ്കിൽ so this electrostatic field or electric field will be first property, it is a conservative field. It is a conservative field. So electrostatic field or electric field is a conservative field. So what is a conservative field? The conservative field is usually classified in terms of work done, isn't it? So work done is integral F dot dl. So this is from A to B. Work done is from some particular point to another point, F dot dl. So here F by Q is what? F by Q is electric field E. So if I take Q as one coulomb, so that is force per unit charge. So then I can write it as A to B E dot dl. So electric field E dot dl, integral A to B E dot dl. So it is a conservative field. So that means this is independent of E dot dl. The work done is independent. It is independent of the path followed.
independent of the path followed. So it is independent of the path followed. So work done is independent of the path followed. So what is work done? This is work done per unit charge. Work done per unit charge. Work done per unit charge is independent of the path followed. Hence, the electrostatic field is a conservative field. Clear? So, very important property. So, since it is a conservative field, I can write E dot dl is equal to 0. Closed integral E dot dl is equal to 0. There is no work done. So, closed integral E dot dl is equal to 0. So, according to Stokes law, according to Stokes theorem, if I convert this line integral to an area integral, so I can write, so I can convert this. So del cross E dot ds is equal to 0. Del cross E dot ds is equal to 0. So what ds cannot be equal to 0. So what is 0? Del cross E is equal to 0. So del cross E is equal to 0 in the case of an electrostatic field, since it is conservative. So del cross E is equal to 0. So del cross E is equal to 0 means it is irrotational. It is irrotational. Since it is irrotational, del cross E is equal to 0. So, okay. So it is an irrotational field. Electrostatic field is an irrotational field. Clear? Manaslayallo? So there are many applications that need to be discussed in the case of electrostatic field. So the first one, see, I have a simple pendulum. See, like this, I have a simple pendulum which is hanging on the rooftop. See, which by a string of length L, it is executing SHM. So here there is a force mg. So as a result, here I got the time period T is equal to 2 pi root of L by A, which is A acceleration. So here acceleration is equal to G. So I got a T is equal to 2 pi root of L by G. That all we know. So, see, let us consider the first case. See, I have a simple pendulum like this, which is hanging on the rooftop. Simple pendulum, which is hanging on the rooftop. And this ball is having a mass m and a charge q, mass m and charge q, and it is executing simple harmonic motion. So suppose this is having a plus q charge, and this system is placed in between two charged plates. One plate is of a positive charge, uniform positive charge, and the other is of a uniform negative charge. രണ്ട് ചാർജ്ഡ് പ്ലേറ്റിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു സിമ്പിൾ പെൻഡുലം വെച്ചിരിക്കുന്നതെന്ന് കരുതുക. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ടൈം പീരിയഡ്? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. സോ വാട്ട് ഈസ് ദ ടൈം പീരിയഡ് ഓഫ് ദിസ് സിസ്റ്റം? സോ നൗ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ടൈം പീരിയഡ്, റൈറ്റ്? സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ദിസ് ഇസ് എ തീറ്റ. Here there are two kinds of forces. There are only two kinds of forces. One is electrostatic force and the other is the gravitational force. So the gravitational force is acting downwards, so the weight is mg. So here gravitational force will be like this force താഴേക്ക്. And since it is a positive charge, the electrostatic force is pulling this positive charge towards the negative plate. ശരിയല്ലേ? So opposite charges attract. So this is the direction of electric field also. So the positive, from positive plate to positive charge to negative charge is the direction of electric field. So this is the direction of electric field. So we know here F is equal to QE. പഠിച്ചതാണ്. F is equal to QE. So what is the net force? So F net is equal to force is downward, electric field is downward. So both vectors are in the same direction, so we can add. So mg plus QE. ശരിയല്ലേ? F net is equal to mg plus QE. So this F net is what? This is MA net, isn't it? MA net is equal to mg plus QE.
So what is the net acceleration? A net is equal to mg plus qe by m. mg plus qe by m, or g plus qe by m. Anything you can write. So what will be the time period? T is equal to 2 pi root of L by A net. What is A net? G plus qe by m. G plus qe by m. Is it clear? മനസ്സിലായോ? സോ ഇങ്ങനെ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാം വളരെ ഈസി ആയിട്ട്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ. സോ ഇതേ സ്ഥാനത്ത് ഇപ്പോൾ ഞാൻ നെഗറ്റീവ് ചാർജാണ് വെച്ചിരിക്കുന്നതെന്ന് കരുതുക. സോ ഇതേ സിമ്പിൾ പെൻഡുലം, ആൻഡ് ഐ ആം ഹാങ്ങിങ് എ നെഗറ്റീവ് ചാർജ് minus q here. So minus q is placed here. So this is negative. So this is a negative plate, and this is the positive plate. This is a positive plate. So അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ this here there is acceleration due to gravity. So weight is pulling downwards. So weight is pulling downwards. ശരിയല്ലേ? So mg. So so here now here the electrostatic force of attraction is towards the positive plate. ശരിയല്ലേ? Electrostatic force of attraction. So what will be the A net here? A net is equal to G minus QE by m. മറ്റേടത്ത് G plus QE by m ആയിരുന്നു, ഇവിടെ G minus QE by m ആയി. So the time period T is equal to 2 pi root of L by G minus QE by m. G minus QE by m. So ഇതിൻ്റെ റേഷ്യോ ഇതിലേതാണ് വലുത് എന്ന് നിങ്ങളോട് ചോദിക്കാം. ഒരിടത്ത് G plus QE by m, ഇവിടെ G minus QE by m. സോ ഒബ്വിയസ്ലി ഇതിൻ്റെ ടൈം പീരീഡ് ആയിരിക്കും ഇതിൻ്റെ ടൈം പീരീഡ് കൂടുതലായിരിക്കും. ശരിയല്ലേ? ഇതിൻ്റെ ടൈം പീരീഡ് കൂടുതലായിരിക്കും. The oscillation of negative charge may take more time than that of പോസിറ്റീവ് ചാർജ്. കാരണം അവിടെ ടൈം പീരീഡ് കുറവാണ്, അവിടെ G plus QE by m ആണ്. സോ ഇതുപോലെ കുറേ അധികം ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇലക്ട്രിക് ഫീൽഡിന്. സോ ഇലക്ട്രിക് ഫീൽഡ് കണ്ട് കുറേ ചോദ്യങ്ങളും ഇതുപോലെ കുറേ ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസും നമുക്കുണ്ട്. സോ അത് ചെയ്ത് പഠിക്കേണ്ടതാണ്, ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ പുതിയ സെറ്റ് അസ്ത്ര 2.1 പുതിയ ന്യൂ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇതിലേക്ക് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. സോ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ നിങ്ങൾക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് സ്പെഷ്യലായിട്ടുള്ള കെയർ നമ്മൾ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ, പഴയ ലൈവ് ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ലൈവ് ക്ലാസ് ഒന്നിടപെട്ട ദിവസങ്ങൾ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഉണ്ട്. 2 മണിക്കൂർ മിനിമം നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. ലൈവ് ക്ലാസ് തന്നെ. ലൈവ് ക്ലാസ്സുകൾ വേറെ ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, പ്രോബ്ലംസ് മാത്രമാണ്. പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന ലൈവ് ക്ലാസ്സുകൾ. പിന്നെ ഡെയിലി നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, ടെലിഗ്രാം ഗ്രൂപ്പിൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അത് ചെയ്യുക. ദെൻ ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകുന്നു. അപ്പോൾ ടൈം ടേബിൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് ആദ്യമേ തന്നെ തരും. എന്നിട്ട് ആ ടൈം ടേബിൾ വെച്ചിട്ട് നിങ്ങൾ പഠിക്കണം. അതിനെ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാമും ഉണ്ടാവും. സോ ഓരോ വീക്കെൻഡും നിങ്ങൾക്ക് എക്സാമുകളുണ്ടാവും. ആ എക്സാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ദെൻ ടൈം ടേബിൾ ബേസ്ഡ്, ദെൻ സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് ഉണ്ടാവും. മെൻറ്ററായിട്ട് ഒരാളുണ്ടാവും. പിന്നെ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഫാക്കൽറ്റീസ് ആൾക്കാരുണ്ട്. അപ്പോൾ ആരോട് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസ് നടത്താം. നിങ്ങൾക്ക് ചോദിക്കാം, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ സൗകര്യവും സമയവും പോലെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളിൽ സംശയം ചോദിക്കാം. നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ കോൾ വഴിയോ എങ്ങനെ വേണമെങ്കിലും ഞങ്ങളുടെ ടീച്ചേഴ്സിനോട് നിങ്ങൾക്ക് സംശയം ചോദിക്കാം. സോ എല്ലാ വിധത്തിലും നിങ്ങളൊരു കംപ്ലീറ്റ് പാക്കേജാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. സോ നിങ്ങൾ ഇഫ് യു ആർ ഡീപ്ലി ഇൻട്രസ്റ്റഡ് ഇൻ ക്ലിയറിങ് ദ നെക്സ്റ്റ് അപ്കമിങ് സെറ്റ് എക്സാം ഇൻ ജാനുവരി, യു ആർ മോസ്റ്റ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സെറ്റ് പരീക്ഷയ്ക്ക് വിജയം സമ്മാനിക്കുന്ന കാര്യം ഞങ്ങളേറ്റു. സോ മോസ്റ്റ് വെൽക്കം. അതുപോലെ തന്നെ ബോട്ടണി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, മലയാളം, ഇംഗ്ലീഷ്, എക്കണോമിക്സ്, കൊമേഴ്സ്, ഹിസ്റ്ററി, സുവോളജി, ഹിന്ദി, ജനറൽ പേപ്പർ, ഇത്രയും സബ്ജക്റ്റുകളിലാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ
സെറ്റ് അസ്ത്ര 2.1 എന്ന പേരിൽ കോച്ചിങ് നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജനറൽ പേപ്പറും ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരുപോലെ കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ തടിക്കും നല്ലത്. സോ ജനറൽ പേപ്പർ നിങ്ങൾ പഠിക്കുന്നതും നല്ലതാണ്. സബ്ജക്റ്റ് എളുപ്പമുള്ളവർ, ജനറൽ പേപ്പർ പ്രയാസമുള്ളവരുണ്ട്, അങ്ങനെയുള്ളവരെ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ ജനറൽ പേപ്പർ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക. സോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇത്രയും സബ്ജക്റ്റുകൾ നമ്മൾ ഹിസ്റ്ററിയൊക്കെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇത്തവണ. അപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ എല്ലാ വിഷയങ്ങളും നമ്മൾ ഒരുക്കിയിരിക്കുന്നു. സോ ഐ വെൽക്കം യു ഓൾ ടു ക്ലിയർ 2025 ജാനുവരി സെറ്റ് എക്സാം വിത്ത് കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് വി വിൽ സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.